നിരോധിത ഭീകര സംഘടനയായ PFIയുടെ ഹിറ്റ് സ്ക്വാഡ് വീണ്ടും തലപൊക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പ്രധാനമായിട്ടും കൊച്ചിയിൽ നിന്ന് നൽകാൻ ഉള്ളത്. കാരണം പേടിയാവുകയാണ് വീണ്ടും ഈ ഹിറ്റ് ലിസ്റ്റുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. ഹിറ്റ് ലിസ്റ്റുകൾ ഉണ്ടാകുന്നത് തന്നെ കൃത്യം നടത്തുന്ന ഒരു രീതിക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ? രജനി പറഞ്ഞതുപോലെ ഭീകരവാദ സംഘടനകൾ അത് എത്രമാത്രം കേരളത്തിൽ വേരൂന്നുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആയുധ പരിശീലകർ പല ഭാഗങ്ങളിലായി തമ്പടിക്കുന്നുണ്ട്, പല കേന്ദ്രങ്ങളിലായി അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നിരോധനത്തിന് ശേഷവും PFI സംഘടന സജീവമായി തന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് ഭീമന്റെ ജാഫർ എന്ന മുഖ്യ ആയുധ പരിശീലകൻ കൂടി പിടിയിലായത്. ഇവിടെ പ്രധാനമായും അന്വേഷണ സംഘം ഇപ്പോൾ ഇയാൾ കസ്റ്റഡിയിലാണുള്ളത്. 21-ാം തീയതി വരെ ഭീമന്റെ ജാഫർ കസ്റ്റഡിയിൽ തുടരുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായും പരിശോധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭീമന്റെ ജാഫറും മുമ്പ് അറസ്റ്റിലായിട്ടുള്ള മറ്റൊരു പ്രതിയായിട്ടുള്ള മുബാറക്കുമായി ഉള്ള ബന്ധമാണ്. മുഹമ്മദ് മുബാറക്കുമായി അടുപ്പമുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഒരുമിച്ചുള്ള ഓപ്പറേഷനുകളിൽ പങ്കാളികളായിട്ടുണ്ടോ? കാരണം ഈ ആയുധ പരിശീലകരെല്ലാവരും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന്റെ ഭാഗമായി മാറിയ ആളുകളാണ്. കൊലപാതകം അടക്കമുള്ള വലിയ തോതിലുള്ള മാരകമായി ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ആക്രമണങ്ങൾ അടക്കമുള്ള നിരവധി ആക്രമണ സംഭവങ്ങളിലും കൊലപാതകങ്ങളിലും എല്ലാം തന്നെ ഇവർ പങ്കാളികളായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുമിച്ചുള്ള ഓപ്പറേഷനുകൾ ഏതെല്ലാമാണ് നടത്തിയിട്ടുള്ളത്? മാത്രമല്ല മുഹമ്മദ് മുബാറക്കിൽ നിന്നാണോ ഭീമന്റെ ജാഫർ പരിശീലനം നേടിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പ്രധാനമായും നീങ്ങുന്നത്, അന്വേഷണ സംഘം നീങ്ങുന്നത്. ഇത്തരം കാര്യങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. മാത്രമല്ല ഈ ഒരു ആയുധ പരിശീലക സംഘത്തിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു, എവിടെയെല്ലാം കേന്ദ്രീകരിച്ചാണ് അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്, ആയുധ സംഭരണം ഉണ്ടായിരുന്നതോ തുടങ്ങിയ കാര്യങ്ങളിലും വിശദമായി തന്നെയുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ ചോദ്യം ചെയ്യൽ തുടരുമ്പോൾ ഏറ്റവും ഒടുവിൽ പിടിയിലായിട്ടുള്ള ജാഫറിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്ന ഘട്ടത്തിൽ പ്രധാനമായും അത്തരം കാര്യങ്ങളിലേക്ക് തന്നെയാണ് അന്വേഷണം നീങ്ങുന്നത്. എന്നാൽ ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടങ്ങളിൽ ഒന്നും തന്നെ കൃത്യമായ ഒരു സഹകരിക്കുന്ന സമീപനം ജാഫറിൽ നിന്ന് ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് ഇയാളെ 2022 ഭീകരവാദ കേസുകളുമായി ബന്ധപ്പെട്ട് രാജ്യവിരുദ്ധ പ്രവർത്തന കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം പ്രതി ചേർക്കുന്നത്. എന്നാൽ അതിനുശേഷം ഇയാൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു. ഇതിനിടയിലാണ് ജാഫർ പിടിയിലാകുന്നത്. തുടർന്ന് ഈ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്യുന്നത്. മാത്രമല്ല ഈ ജാഫറിനെ പോലെ അറസ്റ്റിലായ മുഹമ്മദ് മുബാറക്കിനെ പോലെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ പലതും പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി ഗ്രൂപ്പുകൾ ഈ ആയുധ പരിശീലനത്തിനും PFIയുടെ നിരോധനത്തിനും ശേഷം പോലും അത് വീണ്ടും സജീവമാകുന്നു എന്ന വിവരമാണ് വിവിധ രഹസ്യാന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വിവിധ രഹസ്യാന്വേഷണ സംഘങ്ങൾ തന്നെ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് നിരോധനത്തിന് ശേഷം പിന്മാറിയ ഈ ആയുധ പരിശീലക ഗ്രൂപ്പുകൾ, നിരോധനത്തിന് ശേഷം പിന്നോട്ട് മാറിയ ഈ സംഘങ്ങൾ വീണ്ടും സജീവമായി മുന്നോട്ട് വരുന്നു. ആക്രമണ പദ്ധതികളും ഹിറ്റ് ലിസ്റ്റുകളും തയ്യാറാക്കി തന്നെ മുന്നോട്ട് പോകുന്നു. കാരണം കൃത്യമായി തന്നെ താഴേക്കിടയിൽ മുതൽ മുകളിലേക്ക് വരെയുള്ള ഒരു ആയുധ പരിശീലക സംഘമാണ്. അതിനെ പ്രത്യേക പേരുകളിലാണ് അറിയപ്പെടുത്തിരുന്നത്. പ്രാദേശിക റിപ്പോർട്ടർമാർ എന്ന ഒരു പേരുകൾ തുടങ്ങി അതിന് മുകളിലേക്ക് ഡിവിഷണൽ റിപ്പോർട്ടർമാരും പ്രത്യേക ആയുധ പരിശീലനം നേടിയ മറ്റു സംഘങ്ങളും എല്ലാം തന്നെ ഈ ഗ്രൂപ്പുകൾക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായും തന്നെ വേരോടെ ഇല്ലാതാക്കുക, ഭീകരവാദ ഗ്രൂപ്പുകളുടെ ഈ ആയുധ സംഘങ്ങളെ എന്ന നീക്കത്തിൽ തന്നെയാണ് NIA മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി വേരോടെ പിഴുതെറിയുക അത് തന്നെയാണ് NIAയുടെ ലക്ഷ്യം, കേന്ദ്ര സർക്കാരിന്റെയും ലക്ഷ്യം.